നമ്മളിവിടെ കാടക്കോഴിയും ചെയ്യുന്നുണ്ട്, BB380 കോഴിയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടിലും കൂടെയുള്ള ലാഭം കൂടുതൽ നോക്കുകയാണെങ്കിൽ കാടക്കോഴിക്കാണ് ലാഭം കൂടുതൽ. അതായത് 3 ആഴ്ച പ്രായമായ ഒരു കാടക്കുഞ്ഞ് മേടിക്കുകയാണെങ്കിൽ അത് 45-46 രൂപയ്ക്ക് കിട്ടും. എന്നാൽ ഒരു കോഴി മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ദിവസമായ 1 day chicks എടുക്കുന്നതിൽ തന്നെ നമുക്ക് 55 രൂപ 56 രൂപ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം പുതുതായിട്ട് തുടങ്ങുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം നമ്മൾ പച്ച മേറ്റെല്ലാം ഉണ്ട്, കാണുമ്പോൾ നല്ല രസമായിരിക്കും, പക്ഷെ ആ മേറ്റിനൊക്കെ നല്ല വില വരും. അപ്പോൾ അതിനേക്കാളും നമുക്ക് ഈ തീറ്റ എടുക്കുന്ന ചാക്ക് തന്നെ ഓരോ ചാക്ക് ഇതേപോലെ ഇട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മരപ്പടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് കിടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഷെഡ് പണിയപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സിമന്റ് ഇട്ട തറയുടെ ആവശ്യമില്ല, നമ്മൾ കോൺക്രീറ്റ് പോലെ ഇടേണ്ട കാര്യമില്ല, നമുക്ക് മണ്ണിൽ തന്നെ ചെയ്യാം. മണ്ണിൽ ചെയ്താലുള്ള നേട്ടം എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഓല വിരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഓല വിരിക്കേണ്ട ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല ചൂട് സമയത്ത്, കാരണം ഈ ഷെഡിന് ഇത്തിരി ഹൈറ്റ് കുറവാണ്, അപ്പോൾ ചൂട് സമയത്ത് ഈ ഓല വിരിച്ചു കഴിഞ്ഞാൽ ചൂട് കോഴി കേൾക്കത്തില്ല. ഈ മുട്ടയിടുന്ന കാടക്കോഴി കൊടുക്കാനുള്ള തീറ്റ എന്ന് പറഞ്ഞാൽ കുയിൽ മാഷ് തീറ്റയാണ്. കാരണം ഇത് പിന്നെ വളർച്ചയ്ക്ക് വരുന്നത് കുയിൽ ഗ്രോവർ. അതിപ്പോൾ ഇത് മുട്ടയിടുന്ന കോഴി ആയതുകൊണ്ടാണ് നമ്മൾ കുയിൽ മാഷ് തീറ്റ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കോഴി കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 3-4.5 മാസം വരെ ലെയർ ഗ്രോവർ തീറ്റ തന്നെ കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷം നമുക്ക് ലെയർ മാഷിലോട്ട് മാറാം. തിരുവനന്തപുരം ജില്ലയിൽ മാക്സിമം നമ്മൾ കവറേജ് ചെയ്ത് മുട്ട കൊടുക്കുന്നുണ്ട്. നമ്മളെ മുട്ടയിട്ട് കഴിയുന്ന കോഴികളെ നമ്മൾ ഇറച്ചി കൊടുക്കുന്നുണ്ട്. അതും നമുക്കൊരു കുഞ്ഞെടുക്കേണ്ട പൈസയെങ്കിലും ആ ഇറച്ചി വെക്കുമ്പോൾ അത് കിട്ടും. 2 മാസമായ ഒരു കുഞ്ഞെടുക്കാനുള്ള വില ഈ ഇറച്ചി വെക്കുന്നതിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ഏകദേശം ഒരു 5000 മുട്ട കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി കളക്ട് ചെയ്യുന്നുണ്ട്. ഒരു 6.90 തൊട്ട് 7 രൂപ നിരക്കിൽ നമ്മൾ മുട്ട എടുക്കുന്നുണ്ട്. മുട്ട വിൽക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ്. മാക്സിമം നമ്മൾ അവരെ എടുത്ത് ഹെൽപ്പ് ചെയ്യും. ഒരു 10 മുട്ടയാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനകത്ത് പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് 100 കോഴി ചെയ്യുന്നതിന്റെ ആ ഒരു ലേബർ കൊണ്ട് തന്നെ ആയിരിക്കും നമുക്കൊരു 2000 കോഴി വരെ ചെയ്യാം. നമ്മുടെ ഈ ഷെഡിൽ നമുക്ക് സ്ഥലം എത്രമാത്രം കുറച്ച് നമുക്ക് ചെയ്യാം. അതായത് ഒരു കാരണവശാലും സ്ഥലത്തിന് നഷ്ടമില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചുവരിൽ നിന്ന് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇത് വന്നിട്ട് ഹൈടെക് കൂടാണെങ്കിലും ഇത് സ്ഥലം കുറവ് കാരണം നമ്മളതിനെ M ഷേപ്പിന് L ഷേപ്പാക്കി പകുതി രീതിയിൽ ചെയ്തേക്കണം. അപ്പോൾ സ്ഥലം വേസ്റ്റേജ് ഇല്ല. അത് നമ്മുടെ പ്രകൃതിയുടെ സ്ഥലം അനുസരിച്ചിട്ട് സ്റ്റെപ്പ് അപ്പ് ഡൗൺ ആണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ്. നമസ്കാരം, എൻ്റെ പേര് അജയ്കുമാർ. കരകുളം വില്ലേജിൽ അയണിക്കാട് വാർഡിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ആസാ റൈഫിൾസ് 20 വർഷം സർവീസ് ചെയ്തിട്ട് BRS എടുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഫാം പ്ലാൻ ചെയ്യുകയും പിന്നെ ഫാം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. എൻ്റെ പേര് വിജയകുമാർ. ആസാം റൈഫിൾസിൽ 21 വർഷം സർവീസ് ചെയ്തതിന് ശേഷം BRS എടുത്ത് വരികയും വന്ന് കൃഷി മീൻസ് നമ്മൾ മുട്ടക്കോഴിയാണ് വളർത്താനായിട്ട് ആദ്യം പ്ലാൻ ചെയ്തത്. അത് തുടങ്ങി അത് ലാഭകരമായി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം സമ്മിശ്രിത കൃഷിയും ചെയ്യുന്നുണ്ട്. നമ്മൾ സഹോദരങ്ങളാണ്. അജയ്കുമാറും വിജയകുമാറും സഹോദരങ്ങളാണ്. കർഷക കുടുംബമാണ്. അപ്പോൾ ആദ്യം മുതൽ തന്നെ അച്ഛനും അമ്മയും എല്ലാം ചെയ്യുന്നത് കണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ പെൻഷൻ വന്നതിന് ശേഷം ഒരു മുട്ടക്കോഴി കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഒരു 500 കോഴി വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായി തുടങ്ങിയത്. ആ BB380 കോഴിയിൽ നിന്ന് നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ മുട്ട കിട്ടുന്നുണ്ട്. ഏകദേശം വർഷത്തിൽ 100% മുട്ട വരെ കിട്ടും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ലാഭകരമായ ഒരു ബിസിനസ്സായിട്ട് തോന്നി. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഓരോ വർഷം കഴിയുന്നവർ നമ്മൾ കോഴി കൂട്ടി ഇപ്പോൾ ഉള്ള ഏകദേശം ഒരു 5000 കോഴിയോളം നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ കാടക്കോഴിയും ചെയ്യുന്നുണ്ട്, BB380 കോഴിയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടിലും കൂടെയുള്ള ലാഭം കൂടുതൽ നോക്കുകയാണെങ്കിൽ കാടക്കോഴിക്കാണ് ലാഭം കൂടുതൽ. കാരണം അത് കുറച്ച് സ്ഥലം മതി. ഒരു 500 കോഴി നിർത്തണമെന്നുണ്ടെങ്കിൽ 10 അടിക്കകത്തുള്ള സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ. മറ്റേത് കോഴി 100, അതായത് ഒരു 500 കോഴി നിർത്തണമെങ്കിൽ അത് വന്നിട്ട് നമുക്കൊരു 750-800 സ്ക്വയർ ഫീറ്റ് വരെ വേണ്ടിയതായിട്ട് വരും. എന്നാൽ കാടക്കോഴിക്കെന്ന് പറഞ്ഞാൽ വെറും 10 അടി ദൂരത്തിൽ നമുക്ക് 500 കോഴി ഇടാനായിട്ട് പറ്റും. അതിന് വന്നിട്ട് നമുക്ക് കൂടിൻ്റെ വില കുറയും, അപ്പോൾ എണ്ണം കൂടും. അതിൻ്റെ പിന്നെ കോഴിയുടെ കാടക്കോഴിയുടെ റേറ്റ് എന്ന് പറയുന്നത്, അതായത് 3 ആഴ്ച പ്രായമായ ഒരു കാടക്കുഞ്ഞ് മേടിക്കുകയാണെങ്കിൽ അത് 45-46 രൂപയ്ക്ക് കിട്ടും. എന്നാൽ ഒരു
കോഴി മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ദിവസമായ 1 day ചിക്സ് എടുക്കുന്നതിൽ തന്നെ നമുക്ക് 55 രൂപ 56 രൂപ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കോഴി വന്നിട്ട് 5 മാസം ആകുമ്പോഴേ മുട്ടയിടത്തുള്ളൂ. കാട വന്നിട്ട് 4-6 ആഴ്ചയിൽ കാട മുട്ടയിടും. അപ്പോൾ അതിലുള്ള ലാഭം എന്ന് പറയുന്നത് കോഴിക്ക് 110 ഗ്രാം തീറ്റ കൊടുക്കണം, ഇതിന് വന്നിട്ട് 30 ഗ്രാം തീറ്റ. എന്നാൽ ഇതിലും ഒരു കാടയ്ക്ക് 1 രൂപ എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടും. അത് പെട്ടെന്നാണ് ആദായം. എന്നാൽ ഇതിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കാട മുട്ട വിറ്റഴിക്കാനായിട്ട് പാടും. ഇതിൻ്റെ പെട്ടെന്നാണ് കേടാവുന്നത്. ഒരു 12 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേടായി പോകും. അപ്പോൾ അത് കാരണം വിറ്റഴിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഈ കാടക്കോഴിയിൽ. അല്ലെങ്കിൽ ലാഭം കൂടുതലെന്ന് പറയുന്നത് കാടയിലാണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവും എന്നാൽ ലാഭം കൂടുതലുമാണ്. എന്നാൽ ഇത് മുട്ട വിറ്റഴിക്കാനുള്ള പാട് കാരണം നമുക്ക് കാടയുടെ കൂടുതലായിട്ട് വലിയ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാടക്കൂട് കണ്ടല്ലോ, ഈ കാടക്കൂടിൻ്റെ ഇതെന്ന് പറയുന്നത് വെറും ചാക്കാണ്. അപ്പോൾ നമുക്ക് ഇപ്പം പുതുതായിട്ട് തുടങ്ങുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം നമ്മൾ പച്ച മേറ്റെല്ലാം ഉണ്ട്, കാണുമ്പോൾ നല്ല രസമായിരിക്കും, പക്ഷെ ആ മേറ്റിനൊക്കെ നല്ല വില വരും. അപ്പോൾ അതിനേക്കാളും നമുക്ക് ഈ തീറ്റ എടുക്കുന്ന ചാക്ക് തന്നെ ഓരോ ചാക്ക് ഇതേപോലെ ഇട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മരപ്പടിയും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് കിടക്കുകയും ചെയ്യും. ഒരു 2 ദിവസം കൂടുന്നതനുസരിച്ച് ഈ വളം മാറ്റി വേറെ വളക്കുഴിയിലോട്ട് ഇട്ടാൽ മാത്രം മതിയാവും. അപ്പം നമുക്ക് മാക്സിമം ചിലവ് ചുരുക്കി ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് കാടയും മറ്റു കോഴിയും ലാഭകരം ആക്കാൻ കഴിയത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ ഷെഡ് പണിയപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതിന് സിമൻ്റ് ഇട്ട തറയുടെ ആവശ്യമില്ല. നമ്മൾ കോൺക്രീറ്റ് പോലെ ഇടേണ്ട കാര്യമില്ല. നമുക്ക് മണ്ണിൽ തന്നെ ചെയ്യാം. മണ്ണിൽ ചെയ്താലുള്ള നേട്ടം എന്ന് പറയുന്നത് നമുക്ക് ചിലവ് കുറഞ്ഞിരിക്കും. കൂടാതെ ഇതിൻ്റെ കാഷ്ടമെല്ലാം പെട്ടെന്ന് ഉണങ്ങുന്നതിന് സഹായകരമായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ റൂഫ് ചെയ്യുമ്പോഴും നമ്മൾ മാക്സിമം എല്ലാവരും ഇരുമ്പിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇരുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ചിലവ് കൂടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തടി ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല തടി വേണമെന്നില്ല, എന്നാലും ഒരു നോർമൽ തടിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ചിലവ് വളരെയധികം കുറയുകയും ചെയ്യും. ഇതിൻ്റെ കാലാവധി കൂടുതൽ നീട്ടാനും പറ്റും. അങ്ങനെ നമുക്കൊരു ചിലവ് ചുരുക്കുന്ന വഴി നമുക്ക് കോഴിയിൽ നിന്നും ലാഭം പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഷെഡിൻ്റെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഓല വിരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഓല വിരിക്കേണ്ട ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല ചൂട് സമയത്ത്, കാരണം ഈ ഷെഡിന് ഇത്തിരി ഹൈറ്റ് കുറവാണ്. അപ്പം ചൂട് സമയത്ത് ഈ ഓല വിരിച്ചു കഴിഞ്ഞാൽ ചൂട് കോഴി കേൾക്കത്തില്ല. അപ്പം കോഴിക്ക് കൂടുതൽ ചൂട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുട്ടയുടെ ക്വാണ്ടിറ്റിയും കുറയും. അതുപോലെ തന്നെ മുട്ട സൈസ് ഒരുപാട് ചെറുതായി പോകും. അപ്പോൾ ഇതേ കണ്ടീഷനിൽ നമ്മൾ ഓല മെടഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് കോഴിക്ക് ഒരു ചൂടും ഇല്ലാതെ എപ്പോഴും നല്ലൊരു ക്ലൈമറ്റിൽ ഒരു നല്ലൊരു ഫീൽ കൊടുക്കാൻ കോഴിക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പച്ച നെറ്റ് ഇപ്പോൾ നമുക്ക് ഈ ഓല കിട്ടാത്തത് കൊണ്ടാണ് ഈ പച്ച നെറ്റ് ഇട്ടിരിക്കുന്നത്. ഈ പച്ച നെറ്റ് ഇട്ടിരുന്നാൽ പോലും ചൂട് ഒരളവിന് ഈ ഓലയുടെ അത്ര ആയില്ലെങ്കിൽ പോലും ഒരളവിന് അതിനും ചൂട് കൺട്രോൾ ചെയ്യാൻ ഈ പച്ച നെറ്റിന് ഉപയോഗിക്കാം. ഇത് രണ്ടും വലിയ വില വരത്തില്ല. കോഴിക്കൃഷി ചെയ്യപ്പോഴേ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെയധികം കുറയ്ക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടി ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യം തുടങ്ങിയതെല്ലാം നമ്മൾ ഇരുമ്പിൻ്റെ ഷെഡായിരുന്നു. ഇരുമ്പും ഷീറ്റ് ഉപയോഗിച്ചുള്ള ഷെഡായിരുന്നു. പിന്നെ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് നമ്മൾ സിമൻറ്റ് ആയിരുന്നു, പക്ക ഫ്ലോറിംഗ് ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ചിലവ് കൂടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷെഡ് നിർമ്മിച്ചത് വെറും മണ്ണ് അത് കഴിഞ്ഞിട്ട് തടിയിലാണ് നമ്മൾ ഷെഡ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് ചിലവ് ചുരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുതുതായിട്ട് ഏതെങ്കിലും ഒരു കർഷകൻ തുടങ്ങുകയാണെങ്കിൽ മാക്സിമം ഫ്ലോറിംഗ് ഒന്നും സിമൻറ്റ് ചെയ്യാതിരിക്കുക. ഇരുമ്പ് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് തടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം കാലം കേടുകൂടാതെ നിലനിൽക്കുകയും ചെയ്യും. നമുക്ക് ചിലവ് ചുരുക്കാനും കഴിയും. നമ്മുടെ ഈ ഷെഡിൽ നമുക്ക് സ്ഥലം എത്രമാത്രം കുറച്ച് നമുക്ക് ചെയ്യാം. അതായത് ഒരു കാരണവശാലും സ്ഥലത്തിന് നഷ്ടമില്ലാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചുവരിൽ നിന്ന് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇത് വന്നിട്ട് ഹൈടെക് കൂടാണെങ്കിലും ഇത് നമ്മുടെ സ്ഥലം കുറവ് കാരണം നമ്മുടെ അതിനെ എം ഷേപ്പിനെ എൽ ഷേപ്പാക്കി പകുതി രീതിയിൽ ചെയ്തേക്കണം. അപ്പോൾ സ്ഥലം വേസ്റ്റേജ് ഇല്ല. അത് നമ്മുടെ പ്രകൃതിയുടെ സ്ഥലം അനുസരിച്ചിട്ട് സ്റ്റെപ്പ് അപ്പ് ഡൗൺ ആണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ്. ഇഞ്ചി നട്ടിട്ടുണ്ട്, ചോളം നട്ടിട്ടുണ്ട്. അതായത് സീസൺ കൃഷിയായി എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോഴിയും കൂടെ കൃഷിയോടെ ഉള്ളത് കൊണ്ട് കാരണം കോഴി വളവും നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ പപ്പായ കൃഷിയുണ്ട്, പിന്നെ മുളക്, വെണ്ട. കോഴി വളം ഉപയോഗിക്കുന്നത് കാരണം ഈ മഞ്ഞൾ എല്ലാ കൃഷിയും നല്ല മികച്ച വിളവ് തരുന്നുണ്ട്.
തെങ്ങാണെങ്കിലും സമുദ്രനിരപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 500-600 അടി മുകളിലാണ് നമ്മുടെ ഈ ഫാമും ഈ പരിസരം നിലനിൽക്കുന്നത്. സീസൺ കൃഷിയാണ്, കാരണം ഇവിടെ പൈപ്പ് വെള്ളം മാത്രമാണ്. ബാക്കി ഒരു ബോർവെൽ അടിച്ചാൽ പോലും നമുക്ക് വളരെ താഴ്ചയായി പോയാൽ മാത്രമേ വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും ചിലവ് കൂടും. മാക്സിമം എല്ലാ കർഷകരും ശ്രദ്ധിക്കേണ്ട ഒരു സമ്മിശ്ര കൃഷി ആകുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കോഴിയുണ്ട്, അപ്പം കോഴിയുടെ വളമുണ്ട്. അപ്പോൾ കോഴി വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൃഷിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും ഈ കോഴി വളത്തിൽ അടങ്ങിയിട്ടുണ്ട്. സൊല്യൂഷൻ അടിച്ചിട്ട് അതിനെ വളരെ രീതിയിൽ ഉണക്കിയെടുക്കുന്ന വളമാണ്. അപ്പോൾ അത് തന്നെ ഇതിൻ്റെ ചൂട് വളരെയധികം കുറയുന്നു. അതിനാൽ നമുക്ക് കൃഷിക്ക് നേരിട്ട് നമുക്കിത് ഈ വളം ഉപയോഗിക്കാം. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങുകളെല്ലാം നല്ല രീതിയിൽ കാവലമുണ്ട്. പിന്നെ ഇവിടെ ഇല്ലാത്ത കൃഷിയായിട്ട് ഒന്നുമില്ല. പിന്നെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മഞ്ഞളാണ്. മഞ്ഞൾ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പന്നി ശല്യമുണ്ട്. പക്ഷേ പന്നിക്ക് പോലെ ഈ മഞ്ഞൾ നമ്മൾ എടുത്തുകൊണ്ട് പോകത്തില്ല അത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മഞ്ഞൾ കൃഷി നമുക്ക് വളരെയധികം ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനും ഈ കോഴിവളം മികച്ച ഒരു വളമാണ്. നമ്മൾ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു മാർച്ച് മാസത്തിൽ നമ്മൾ ഈ കൃഷികളെല്ലാം സ്റ്റാർട്ട് ചെയ്യണം, ഒരു മാർച്ച് പകുതിയോടുകൂടി. കാരണം നമുക്ക് ഇവിടുത്തെ നമ്മുടെ കാലവർഷം എന്ന് പറഞ്ഞാൽ ഒരു മെയ് 15 മെയ് പകുതിയോടുകൂടി നമുക്ക് കേരളത്തിലെ കാലവർഷം സ്റ്റാർട്ടാകും. അപ്പോൾ നമ്മളൊരു മാർച്ച് 15 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 1-2 ആഴ്ച മാത്രം ചെറുതായിട്ട് വെള്ളം നനച്ചാൽ മാത്രം മതി. കാരണം മഞ്ഞളിൽ നിന്ന് വെള്ളം നനയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ വാഴയുടെ കാര്യം ബാക്കി വിളകൾക്കെല്ലാം ചെറിയ രീതിയിൽ വെള്ളം നനച്ചാൽ മതി. ഏകദേശം ഒരു ഏപ്രിൽ അവസാനം മെയ്യോടുകൂടി ചെറിയ മഴ കിട്ടും. ആ മഴയത്ത് തന്നെ നമ്മുടെ ഈ കാർഷിക വിളകളെല്ലാം അതിൻ്റെ കൂടെ വളരും. പിന്നെ നമുക്ക് ആവശ്യമുള്ള ചെറിയ ഈ കോഴിവളവും ചെറിയതായിട്ട് രാസവളം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിളവെടുക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളവും മറ്റെല്ലാം നമ്മൾ പൈസ കൊടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ 1 ഇഞ്ച് സ്ഥലം പോലും നമ്മൾ വെറുതെ പാഴാക്കരുത്. നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ സാധനങ്ങളെല്ലാം പുറത്തുനിന്നാണ് നമുക്ക് വരുന്നത്. കുറച്ച് മുട്ട ആണ് ഉണ്ടാക്കിയാൽ പോലും ആ മുട്ട നമുക്ക് ഇവിടെ വിൽക്കാൻ കഴിയുന്നില്ല. കാരണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുട്ട, വില കുറഞ്ഞ മുട്ട ഇവിടെ എല്ലാ കടകളിലും അന്യ സംസ്ഥാനങ്ങളിലുള്ള മുട്ടയാണ്. അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് തീറ്റയുടെ വില വർധനവ്. കാരണം തീറ്റയുടെ വില വർധനം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കേരളത്തിൽ തീറ്റയുടെ ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കേരളത്തിലില്ല. എൻ്റെ അറിവ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. പിന്നെ അതുമല്ല, കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഒന്നും തന്നെ നമുക്കിവിടെ പ്രൊഡക്ഷൻ ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ കേരളത്തിൽ അതൊരു ഫാക്ടറി ഇല്ലാത്തതിനാൽ നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ അവരുടെ ടാക്സ് മറ്റതെല്ലാം കൂടെ കൂടി വരുമ്പോൾ ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ ഒരു 1000 രൂപയുടെ തീറ്റ കിട്ടുകയാണെങ്കിൽ ഒരു പാക്കറ്റ്, മീൻസ് 50 കിലോയുള്ള ഒരു പാക്കറ്റ് ഒരു 1000-1200 രൂപ കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ വരുമ്പോൾ 1400-1500 രൂപ വരെ ആകും. അത് ഞാൻ ഹോൾസെയിലായിട്ട് പറയാം. അപ്പോൾ റീറ്റെയിലായിട്ട് ഒരു 10 കോഴി 20 കോഴി വളർത്തുന്നവരാണെങ്കിൽ നമ്മൾ കിലോ കണക്കിന് മേടിക്കും. അപ്പോൾ ഒരു കിലോയുടെ വില ഏകദേശം ഒരു 50-55 രൂപയാവും. അപ്പോൾ ആ തീറ്റ വാങ്ങി വളർത്തി ഒരിക്കലും നമുക്ക് ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് കർഷകർ മാക്സിമം ഒരു 100 കോഴി കുറഞ്ഞ് വളർത്താൻ പാടില്ല. കാരണം എങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 100 കോഴി കൂടുതൽ, മാക്സിമം എത്ര കോഴി നമ്മൾ കൂടുതലാക്കാൻ പറ്റുമോ അപ്പോൾ നമുക്ക് തീറ്റയെല്ലാം ഹോൾസെയിൽ റേറ്റിൽ കിട്ടും. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ നമുക്ക് അതിന് ലാഭം കിട്ടും. ഈ മുട്ടയിടുന്ന കാടക്കോഴി കൊടുക്കാനുള്ള തീറ്റ എന്ന് പറഞ്ഞാൽ കുയിൽ മാഷ് തീറ്റയാണ്. കാരണം ഇത് പിന്നെ വളർച്ചയ്ക്ക് വരുന്നത് കുയിൽ ഗ്രോവർ. അതിപ്പോൾ ഇത് മുട്ടയിടുന്ന കോഴിയായതുകൊണ്ടാണ് നമ്മൾ കുയിൽ മാഷ് തീറ്റ കൊടുക്കുന്നത്. അതുപോലെ ഈ കൂട്ടിൽ കാണുന്ന കോഴികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3.5 മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിന് കൊടുക്കാനുള്ള തീറ്റ ലെയർ ഗ്രോവർ ക്രംബിൾ, ആ തീറ്റ തന്നെ കൊടുക്കണം. കാരണം നമ്മൾ ലെയർ മാഷ് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് കോഴി വളർച്ച എത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ കോഴി കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 3-4.5 മാസം വരെ ലെയർ ഗ്രോവർ തീറ്റ തന്നെ കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷം നമുക്ക് ലെയർ മാഷിലോട്ട് മാറാം. രാവിലെ തന്നെ തീറ്റ ഇടുന്നത് 120 ഗ്രാം ഇടുകയാണ് കോഴിയൊക്കെ. ഒരു ദിവസം 3500-4000 മുട്ട വരെ നുള്ളി പറക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഫാമും സൊസൈറ്റി എല്ലാം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് കരവളം ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ അത് നമുക്ക് ഏകദേശം ട്രിവാൻഡ്രത്തോട് അടുത്ത് ചേർന്ന് നിൽക്കുന്നത്. കാരണം ഏകദേശം നമുക്കൊരു 11 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് സിറ്റി ആയിട്ട് ഉള്ളത്. പക്ഷേ നമുക്ക് പാലോടോ അല്ലെങ്കിൽ പൊന്മുടി സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ നിന്ന് 40-50 കിലോമീറ്റർ കരവളത്തു നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് സിറ്റിയിൽ വരണം ഏകദേശം 60-70 കിലോമീറ്റർ വരെ വന്നാൽ മാത്രമേ അവരുടെ മുട്ട വിൽക്കാൻ കഴിയൂ. അപ്പോൾ ആ മുട്ട വിൽക്കണമെങ്കിൽ ഒരു വണ്ടി പിടിച്ച് അവർ ഈ മുട്ടയും കൊണ്ട് ഇത്രയും ഷോപ്പുകളിൽ എത്തിക്കണമെങ്കിൽ ഒരുപാട് ചിലവ് അവർക്ക്
വരും. അപ്പോൾ അവർക്ക് അങ്ങനെ തന്നെ അത് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിന് എല്ലാത്തിനും കൂടെ ഒരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ഫാം ഫ്രഷ് എഗ് സൊസൈറ്റി കരകുളം എന്ന ഒരു സ്ഥാപനം ഇവിടെ ഒരു 3 വർഷത്തിന് മുമ്പേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒരു 10 വർഷം കൊണ്ട് തിരുവനന്തപുരം ജില്ലയ്ക്ക് ആവശ്യമായ നാടൻ മുട്ട ഉണ്ടാക്കുകയാണ് നമ്മുടെ സൊസൈറ്റിയുടെ പരമപ്രധാനമായ ലക്ഷ്യം. പക്ഷെ അത് കാരണം നമുക്ക് പുറത്തുള്ള മുട്ട നമ്മൾ എടുക്കുന്നുമില്ല. അപ്പം എന്ത് ചെയ്യുന്നു, ഇപ്പം കർഷകർക്ക് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് നമ്മളെക്കാളും ഒരു 10 പൈസ കൂടുതൽ ആര് കൊടുക്കുമോ അവർക്ക് ആ മുട്ട അവർ കൊടുക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കർഷകർ ഇപ്പം നമ്മളിവിടെ പറയാം, നമുക്ക് ഒരു ദിവസം ഒരു 5000 മുട്ട വെച്ച് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് നമ്മൾ സൊസൈറ്റി പോയി എടുക്കുന്നത് പോലും പിന്നീട് ഗ്രാജുവലായിട്ട് അവർ ഒരു 2000 ആവും, 3000 ആവും, പിന്നെ ഒരു 1000 ആവും, പിന്നെ ഒരു 6 മാസം കഴിയപ്പോൾ അവരിൽ മുട്ടയില്ലാത്തൊരവസ്ഥ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ കിട്ടുന്ന മുട്ടയുടെ ക്വാണ്ടിറ്റി കുറയുകയും അങ്ങനെ പിന്നെ നമുക്ക് 2-3 സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ അവരുടെ സാലറി, വണ്ടിയുടെ മെയിൻ്റനൻസ്, ഇതെല്ലാം നമുക്ക് ഈ മുട്ടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമുക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ മുട്ടയുടെ ക്വാണ്ടിറ്റി കുറയുന്നതനുസരിച്ച് നമ്മുടെ സൊസൈറ്റിയുടെ വരുമാനം കുറഞ്ഞു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൊസൈറ്റി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയമാണിത്. തിരുവനന്തപുരം ജില്ലയിൽ മാക്സിമം നമ്മൾ കവറേജ് ചെയ്ത് മുട്ട കൊടുക്കുന്നുണ്ട്. നമ്മളെ മുട്ട ഇട്ട് കഴിയുന്ന കോഴികളെ നമ്മൾ ഇറച്ചി കൊടുക്കുന്നുണ്ട്. അതും നമുക്കൊരു കുഞ്ഞെടുക്കേണ്ട പൈസയെങ്കിലും ആ ഇറച്ചി വെക്കുമ്പോൾ അത് കിട്ടും. 2 മാസമായ ഒരു കുഞ്ഞെടുക്കാനുള്ള വില ഈ ഇറച്ചി വെക്കുന്നതിന് നമുക്ക് കിട്ടുന്നുണ്ട്. വെള്ളക്കോഴിയുടെ ഇറച്ചിയെക്കാളും നല്ല കട്ടി കൂടിയതും നല്ല ഗുണമുള്ളതുമാണ്. കാരണം ഇത് നാടൻ ജൻസ് തന്നെയാണ് ഈ കോഴി, മുട്ടക്കോഴി എന്ന് പറയുന്നത്. 8 വർഷമായി നമ്മൾ ചെയ്യുന്നുണ്ട്. വലിയൊരു നഷ്ടമൊന്നുമില്ലാതെ നമ്മൾ ലാഭകരമായിട്ട് തന്നെ കൊണ്ടുവന്നു. നമ്മൾക്ക് അധ്വാനം നമ്മൾ കൂടുതലാണ്, നമ്മൾ കൂടുതൽ അധ്വാനിക്കുന്നുണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ഏകദേശം ഒരു 5000 മുട്ട കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി കളക്ട് ചെയ്യുന്നുണ്ട്. ഒരു 6.90 തൊട്ട് 7 രൂപ നിരക്കിൽ നമ്മൾ മുട്ട എടുക്കുന്നുണ്ട്. പിന്നെ ഈ ദൂരം ഈ കൂടുന്നതനുസരിച്ചാണ് നമ്മൾക്ക് ഈ 10 പൈസ 15 പൈസയുടെ മുട്ടയുടെ കുറവ് വരുന്നത്. കാരണം ദൂരം ആവുന്നതനുസരിച്ച് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എല്ലാം കൂടും. അപ്പോൾ അതാണ് ഈ 10 പൈസ. അതായത് ചിലയിടത്ത് നമ്മൾ 7 രൂപയ്ക്ക് എടുക്കുന്നുണ്ട്, ചിലയിടത്ത് നമ്മൾ 6.90 പൈസയായിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വേരിയേഷനാണ്. പിന്നെ ഏകദേശം നമുക്ക് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ആർക്കെങ്കിലും മുട്ട വിൽക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ്. മാക്സിമം നമ്മൾ അവരെ എടുത്ത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് തരികയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അവരെ എടുക്കാനും നിങ്ങൾക്ക് അതൊരു ലാഭം ഉണ്ടാക്കാനും കഴിയും. ഒരു 10 മുട്ടയാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനകത്ത് പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കാരണം നമ്മുടെ ഏറ്റവും വലിയ കർഷകരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മൾ മുട്ട വിറ്റതിന് ശേഷം നമുക്ക് പേയ്മെന്റ് കിട്ടാൻ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കഴിയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധാരണ കർഷകർക്ക് ഒന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല. നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഏകദേശം എല്ലാ ഷോപ്പുകളിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുട്ടയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ ദിവസവും എല്ലാ ഷോപ്പുകാരുടെയും കടക്കാരുടെയും പറയും, നമ്മുടെ കേരളത്തിൽ നമുക്ക് മുട്ട ഉണ്ടാക്കിയാൽ നമുക്ക് ഭാവിയിൽ എന്തെല്ലാം ഉപയോഗം ചെയ്യും. അപ്പം നമുക്കിവിടെയുള്ള നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇതൊരു ജോലിയാകും. പിന്നെ നമുക്ക് ഗവൺമെൻറ്റിന് നമ്മുടെ കേരളത്തിന് അതുകൊണ്ടുള്ള ഒരു വരുമാനം ഉണ്ടാകും. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള മുട്ട, നല്ല ഗുണനിലവാരമുള്ള മുട്ട നമുക്ക് നമ്മുടെ ഉപഭോക്താക്കൾക്ക് എത്തിക്കാനും കഴിയും എന്ന് ഓരോ കടക്കാരുടെയും പറഞ്ഞ് അവർ ആ ഒരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് ഈ സൊസൈറ്റിക്ക് ഈ നിലയിൽ എത്താൻ കഴിഞ്ഞത്. അതിൻ്റെ ഇപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കരകുളം ഗ്രാമപഞ്ചായത്ത് ഏകദേശം മുട്ടയ്ക്ക് സ്വയം പര്യാപ്തമായി കാണും. കാരണം നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഒരു 4 ചുറ്റും ഇന്ന് ചെറിയ ചെറിയ കർഷകരായിട്ടുണ്ട്. നമുക്ക് 100 കോഴി ചെയ്യുന്നതിൻ്റെ ആ ഒരു ലേബർ കൊണ്ട് തന്നെ ആയിരിക്കും നമുക്കൊരു 2000 കോഴി വരെ ചെയ്യാം. അപ്പം 2000 കോഴി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരാളെ ജോലിക്ക് വച്ചിട്ട് നമുക്ക് അവർക്കുള്ള വരുമാനം നമുക്കും ഒരു ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. അന്യ സംസ്ഥാനങ്ങളിൽ പോയി അല്ലെങ്കിൽ അന്യ നാടുകളിൽ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നമുക്ക് ഇവിടെ ജോലി ചെയ്യാം. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 90% മുട്ടയും നമുക്ക് അന്യ സംസ്ഥാനങ്ങൾ വരുന്നതാണ്. അപ്പം ഇതിൽ തന്നെ സെയിൽസ്, പ്രൊഡക്ഷൻ, പിന്നെ നമുക്ക് ഇത്രയും കോഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് തീറ്റയുടെ ഫാക്ടറി ഉണ്ടാകും. തീറ്റയുടെ ഫാക്ടറി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കണം. അപ്പോൾ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കണേ നമുക്ക് ഇവിടെ കൃഷി വരണം. ഇതെല്ലാം ഒരു ശൃംഖലയാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒന്ന് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റും. അതുപോലെ താറാമുട്ടയിൽ നിന്ന് നമുക്കിവിടെ കിട്ടുന്നേ ഇല്ല. മുട്ടക്കോഴി
കർഷകർ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്കിപ്പോൾ അവർക്ക് തുടങ്ങിയ ഫാം അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വന്ന കർഷകർ നിലനിൽക്കണമെങ്കിൽ അവർക്ക് ഇതിൽ നിന്നൊരു വരുമാനം വേണം. അപ്പം വരുമാനം നമ്മൾ വിചാരിച്ച രീതിയിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിന് ഗവൺമെൻറ് ഒരു ചെറിയൊരു സഹായം ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു സജഷനാണ് ഗവൺമെൻറ് ചെയ്ത ഒരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുവരെ ഒരു 100 കോഴി അല്ലെങ്കിൽ ഒരു 100 കോഴി കൂടുതൽ വളർത്തണമെങ്കിൽ ലൈസൻസ് ആവശ്യമായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ഗവൺമെൻറ് ഒരു 1000 കോഴി വരെ വിത്തൗട്ട് ലൈസൻസ് നമുക്ക് ചെയ്യാനുള്ള ഒരു അനുമതി കിട്ടിയിട്ടുണ്ട്. അത് ഈ കോഴി കർഷകരെ സംബന്ധിച്ച് വളരെയധികം ഒരു പ്രയോജനമായ ഒരു കാര്യമാണ്. കാരണം ഇതിൽ ഒരു ആശങ്കയില്ലാതെ കർഷകർക്ക് ഇറങ്ങാൻ സഹായിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ കോഴി കൃഷി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അതൊരു വ്യവസായ മേഖലയിലാണ് കിടക്കുന്നത്. കാരണം നമ്മൾ കോഴിയെക്കുറിച്ച് ഒരു ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പോലും അവരിത് കൃഷിയല്ല വ്യവസായമാണ് എന്ന രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതൊരു ഗവൺമെന്റ് ഇത് കൃഷിയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പശു വളർത്തുന്നത് അതെല്ലാം കൃഷിയാണ്. പക്ഷേ പശുവിനെ പോലെ കോഴിയെ ഒരു കൃഷിയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുട്ടക്കോഴി കർഷകർക്ക് വളരെയധികം ഗുണകരമാകും. കൂടാതെ കാലിത്തീറ്റയെ കൊടുക്കുന്നത് പോലെ ചെറിയ രീതിയിലും സബ്സിഡിയും അതുപോലെ മുട്ടയ്ക്കും ചെറിയ രീതിയിൽ സബ്സിഡിയും കൊടുക്കാൻ കഴിഞ്ഞാൽ അതും കേരളത്തിലെ മുട്ടക്കോഴി കർഷകർക്കും അതിലുപരിയായിട്ട് കേരളത്തിന് തന്നെ ഈ മുട്ടക്കോഴിയിൽ നിന്നും വളരെയധികം വരുമാനം കേരളത്തിൽ ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ യുവ കർഷകർക്കും യുവതലമുറയ്ക്കും ഒരു ജോലിയായിട്ട് കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും.